ഹലോ ഗായ്സ്, അപ്പം എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ വന്നത് കുറേ നാൾ കൂടിയല്ലേ വ്ളോഗൊക്കെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഒത്തിരി നാൾ കൂടിയാണ് വ്ളോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കാരണങ്ങൾ ഞാൻ പഴയ വീഡിയോയിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം സ്ഥിരമായിട്ട് ഇനി വ്ളോഗ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അത് വ്ളോഗും മ്യൂസിക്കൊക്കെ ഇടുന്നതായിരിക്കും. ഇപ്പം ഞാൻ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഇട്ട ഒരു മ്യൂസിക് നിങ്ങളൊക്കെ കണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് വ്യൂ കുറവാണ്. അപ്പം നിങ്ങളത് കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഗൈസ്, ഇവിടെ രാവിലെയാണ്, ഒരു 7 മണി 7:30 ആയി കാണത്തേ ഉള്ളൂ. ഞാനിവിടെ ചുമ്മാ ഇവിടെയൊക്കെ കാണിക്കാനെന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ ഓരോ സംഭവങ്ങളൊക്കെ പിന്നെ ഇത് വരാൻ തുടങ്ങി, ഇതായിട്ട് സെറ്റപ്പ് ആക്കാൻ തുടങ്ങി. അപ്പം അതും കൂടെ കാണിക്കാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ്, ഈ കമ്പി ഇതാണ് ബോർഡ് വെച്ചെന്ന് പറഞ്ഞത്. ഇപ്പം ഈ കമ്പിയുണ്ട്, ഇതിന് ഇവിടെ ഇങ്ങോട്ടും വരാനുണ്ട്. അപ്പം അങ്ങോട്ടൊക്കെ പോയ ആളാണ് ആൾക്കാർ ചുമ്മാ നമുക്കിട്ട് ചുമ്മാ ശ്രദ്ധിക്കും. ഗൈസ്, ഇവിടെ എല്ലാം വരും ആ ബോർഡ്. ഇവിടെ എല്ലാം മൂടുമായിരിക്കും ബോർഡ് വെച്ച്. അപ്പം ഇതെനിക്കിപ്പോൾ ഇത്രയൊക്കെ ഞാൻ കാണിച്ചു. ഇനി ഞാൻ അടുത്തത് വീഡിയോയ്ക്കകത്ത് ഞാൻ പകുതി കാണിക്കുന്നില്ല. ഇതൊക്കെ ബോർഡ് ഉണ്ട് ഗൈസ്, മറ്റേ ഇതിൻ്റെ സ്റ്റാൻഡാന്ന് വെച്ചിരിക്കുക. അപ്പം ആശുപത്രി സെറ്റപ്പാക്കി വരുന്നേ ഉള്ളൂ. അപ്പം നല്ല രസമുണ്ട്, നല്ലൊരു സൂപ്പർ രാവിലെ. ഞാൻ പറ്റുവാണോ നോക്കട്ടെ. ഇന്ന് ചിലപ്പോൾ കാവലിക്ക് പോകാൻ പറ്റുമോ നോക്കാം. അപ്പം ഞാനങ്ങനെ പോയി നോക്കാം കാവലിക്ക്. ഗൈസ്, നിങ്ങളെല്ലാവരും കാണുമല്ലോ ഒറ്റമാർത്ത പോലീസാണ്. നമ്മുടെ ഓരോരുത്തന്മാരുണ്ട്. അവന്മാർ പറഞ്ഞ ഒറ്റമാർത്തനെ കാണുവാണെങ്കിൽ നമുക്ക് ചിലവർക്കൊക്കെ ഉണ്ട്, ചിലവർക്കില്ല. ഇല്ലാത്ത ഈ ചിലർക്കൊക്കെ എന്നാന്ന് ചോദിച്ചാൽ, ചിലർക്കൊക്കെ ഒറ്റമാർത്തനെ കണ്ടാലേ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത്. അന്നത്തെ ദിവസം ഭയങ്കര ശോകമാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ചിലർക്ക് ഒറ്റമാർത്തം കണ്ട ഒരു കുഴപ്പമില്ല, നോർമലാണ്. ആ ചിലവർക്ക് കുഴപ്പമില്ലാത്ത കൂട്ടത്തിൽ ഞാനും ഉണ്ട്. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല ഒറ്റമാർത്തം കണ്ടെന്ന് പറഞ്ഞ്. എനിക്ക് തോന്നുന്നത് ഒറ്റമാർത്തം കാണുന്ന ദിവസം തോന്നുന്നു എനിക്ക് സന്തോഷം. സത്യം പറഞ്ഞാൽ എനിക്ക് 2 മാർത്തനെ കണ്ടാലും സന്തോഷമാണ്. പക്ഷെ ഞാൻ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്ന കാരണം ഞാൻ എപ്പോഴും ഒറ്റമാർത്തനെ കാണുമ്പോൾ എവിടെയെങ്കിലും ഒരു മാർത്തയും കൂടെ അതിൻ്റെ കൂടെ കാണും. അപ്പം അങ്ങനെ തന്നെ തപ്പി, നമ്മുടെ കാഴ്ചയാൽ തപ്പി നമ്മൾ നിൽക്കും. അങ്ങനെ 2 മാർത്തേനെ കണ്ട് നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ അവിടെ നിന്നുള്ള നിർത്തത്തു. കുറേ നാൾ കൂടിയേ കഴിച്ച് ഞാൻ വ്ളോഗ്. ഞാൻ സ്ഥിരമായിട്ട് വ്ളോഗ് എടുക്കും കേട്ടോ. ഏതായാലും ഞാൻ സ്ഥിരമായിട്ട് ഈ വ്ളോഗ് ഇടും കേട്ടോ. അപ്പം ഞാൻ വ്ളോഗും മ്യൂസിക്കും എല്ലാം ഞാൻ ഇടുന്നുണ്ട്. ഇപ്പം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാനിപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാനിപ്പോൾ പോക്ക് കുറവാണ്. കാരണം പോക്ക് കുറവെന്നല്ല, പോയിട്ട് കുറേ നാളായി. ഇപ്പോൾ എങ്ങോട്ടും പോകുന്നില്ല. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ തുടങ്ങി. പിന്നെ അതെന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ ഇതിൽ നിന്നൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുമ്പോൾ എന്തോ ഇതിൽ നിന്നൊക്കെ ഞാൻ മാറിപ്പോകരുത് തോന്നുന്നു. ശ്രദ്ധ മാറിപ്പോയി. പിന്നെ ഞാൻ അവിടെ പോയിട്ട് തിരിച്ച് വന്നത് ഇതിൽ നോക്കിയിരുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മൈൻഡ് കിട്ടത്തില്ല എന്നാ ചെയ്യേണ്ടെന്ന് അടുത്തതെന്നുള്ളത്. അത് കാരണം ഞാൻ കുറച്ച് നാളിങ്ങനെ മാറി നിൽക്കുമായിരുന്നു ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത്. അപ്പം മാറിന ഒരു ഇടയ്ക്കാണ് ഞാൻ കഴിഞ്ഞ ദിവസം കോളേജിൽ അവിടെ ആയിട്ട്
അത് സത്യം പറഞ്ഞ എന്നെ അത് ഈ മറ്റേ വുഡ് ആൻഡ് വർക്ക് എന്ന് പറഞ്ഞൊരു പഠിപ്പിക്കുന്ന സംഭവം കോളേജാണ്. അപ്പോൾ അവിടെ ഒത്തിരി സംഭവമുണ്ട്. അവിടെ ഇതിൻ്റെ ഒരു സെക്ഷനുണ്ട്, പിന്നെ വെൽഡിങ്ങിൻ്റെ സെക്ഷനുണ്ട്, ഓരോരോ വേറെ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പം വേറെ സബ്ജക്റ്റൊക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ഞാനിപ്പോൾ വുഡ് ആൻഡ് വർക്കാണ് എടുത്തത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഞാൻ പിന്നെ വിഷയം ഉണ്ടായി ഇങ്ങനെ തിരിച്ചു വന്ന് ഞാൻ ഈ മിനിഞ്ഞാന്നെങ്ങാണ്ട് വിളിച്ചെന്ന് ഡിസംബർ 4-ാം തീയതി, ഇന്ന് 6 ഇന്ന് 7 അപ്പം 4-ാം തീയതി വിളിച്ചു TC മേടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് TC മേടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞുകൊണ്ട് വിളിച്ച് എന്നെ അല്ല പപ്പാനെ വിളിച്ച്. അപ്പം TC മേടിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞുകൊണ്ട് വിളിച്ചായിരുന്നു. ഇപ്പം എന്നോട് പപ്പ ചോദിച്ചു എപ്പോഴാണ് പോകുന്നത്. ഞാൻ പറഞ്ഞു പിന്നെ അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുക. അപ്പം TC മേടിച്ച് എനിക്കൊന്നത്തെ കാര്യം ഇങ്ങനെ പഠിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് ഈ താല്പര്യമില്ലാത്ത പരിപാടി എനിക്ക് പോകത്തില്ല. ഞാൻ വീട്ടിലും പപ്പായോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നേലും പഠിക്കാൻ പോകും, ജോലി കിട്ടുന്ന എന്നതിലും പഠിക്കാനൊക്കെ പോകാൻ പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ഒന്നത്തെ കാര്യം ഞാനിപ്പോൾ ജോലി കിട്ടുന്ന പണിക്ക് ജോലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോലി കിട്ടും. ഇതിൻ്റെയൊക്കെ മറ്റേ ഞാനിപ്പോൾ പറഞ്ഞ വുഡ് ആൻഡ് വർക്ക് എന്ന് പറയുന്ന പണി പഠിക്കുമായിരുന്നു. 6 മാസം കൂടെ ഉള്ളായിരുന്നു. 6 മാസം, 1 വർഷത്തെ കോഴ്സ്. ഞാൻ 4 മാസം അതിപ്പോൾ കോഴ്സ് തുടങ്ങിക്കഴിഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചേരാൻ പോകുന്നത്. ഇപ്പം ഞാൻ 6 മാസം കൂടെ ഉള്ളായിരുന്നു. പുള്ളി പറഞ്ഞ 6 മാസം എങ്ങനെയും പഠിക്കുകയാണ്, ഒരു ഗവൺമെൻറ് സർട്ടിഫിക്കറ്റും കിട്ടി എങ്ങനെയാലും ജോലി സെറ്റപ്പ് ആക്കാമെന്ന് പറഞ്ഞു. പക്ഷേ മൈൻഡ് അങ്ങോട്ട് ഒത്തില്ല. എൻ്റെ ഒരു പ്രശ്നമുണ്ട്. ചുമ്മാ എന്നോടാകുമ്പോൾ ഞാൻ ഒരു കലിപ്പ് മൈൻഡായിരുന്നു ഒരിടയ്ക്ക്. ഞാനിപ്പോൾ അതെല്ലാം നിർത്തി, കലിപ്പ് മൈൻഡ് എല്ലാം നിർത്തി. ഇപ്പം എന്നെ ആരെങ്കിലും നോക്കിയാൽ തന്നെ തിരിച്ചു ഒരുമാതിരി നോക്കും. പിന്നെ എന്നേക്ക് പറഞ്ഞാൽ തന്നെ തിരിച്ച് ഡോസ് ഇങ്ങോട്ട് കിട്ടി അങ്ങോട്ട് ചെറിയ ഡോസും കൊടുക്കും. അങ്ങനെയുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്. അത് ചിലവരിടയ്ക്കാണ് വഴക്കം പിടിച്ചിട്ടുണ്ട് ഇതുപോലത്തെ വിഷയത്തിന്. ആരെങ്കിലും എന്നേലേക്ക് നോക്കുമെന്ന് വെച്ചാൽ തിരിച്ച് നോക്കും. ചിലവരെന്നും പറഞ്ഞ പിണങ്ങി ഇരുന്നിട്ടും പോലും ഉണ്ട്. അപ്പോൾ അങ്ങനൊരു സംഭവം, അങ്ങനത്തെ ഒരു മൈൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോളേജിലോട്ടും. കോളേജിൽ പോയി സാറന്മാർ പറഞ്ഞ് തിരിച്ചും മ്യൂസിക്കിനുണ്ടാക്കി അവിടെ നിന്നാണ് പോകുന്നത്. അത് സംഭവം നടക്കുന്ന ആധാർ കാർഡിൻ്റെ വിഷയമാണ്. ഞാൻ എന്നിട്ട് ഇറങ്ങിപ്പോകുന്നു. ഉച്ചയ്ക്ക് 2 മണി എങ്ങാണ്ടായി. ഞാൻ പുള്ളിയാണ്ട് ദേഷ്യപ്പെടാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവമാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പുള്ളി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് പിള്ളേരെല്ലാം അങ്ങോട്ട് നോട്ടാണ്ട് കൊടുത്ത വഴിക്ക് എന്നോട് ചോദിച്ചു, നേരം നിൻ്റെ ആധാർ കാർഡ് കൊടുത്തായിരുന്നു പറഞ്ഞു. ആധാർ കാർഡ് കൊടുത്തില്ല, ആധാർ കാർഡ് സെറ്റപ്പ് ആക്കിയില്ല, കിട്ടിയില്ലെന്ന് പറഞ്ഞു. അല്ല ആധാർ കാർഡ് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നില്ല, വീട്ടിലാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ആധാർ പിന്നെ വേളം വെച്ച്. അപ്പോൾ അങ്ങനെ സീനുണ്ടായി. ഞാൻ പഠിപ്പിച്ചിട്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ അവിടെ എഴുന്നേറ്റ് ഡ്രസ്സ് മാറി കലിപ്പ് കയറി തെറിയൊക്കെ അതൊക്കെ മാറി കേൾക്കാതെ പറഞ്ഞിട്ട് ഈ വണ്ടി കയറിക്ക് പോകുന്നു. ഞാൻ ഒന്നും നോക്കിയില്ല, കോളേജാ നോക്കി. ഇത് ചേച്ചിക്കറിയാം. എനിക്ക് ഒന്നാമത്തെ കാര്യം എന്നാന്നറിയാം, ഞാനിപ്പോൾ പഠിക്കാൻ പോകുന്നത് എനിക്ക് ആ +2 വെച്ച് എനിക്ക് ഒരനുഭവം ഉണ്ടായി. ആ 2 വർഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര അനുഭവമായിരുന്നു. +2 കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ തൊട്ട് ആലോചിച്ചാൽ ഇനി അതുപോലത്തെ ഒരു അനുഭവം ഉണ്ടാകരുത്. സ്കൂള് ഒന്നുമില്ല, കോളേജൊന്നുമില്ല എൻ്റെ മൈൻഡിൽ. അങ്ങനത്തെ ഒരു സാധനമാണ് ഈ സ്കൂളെന്നൊക്കെ. കോളേജെന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ അടിമമായി ഒരു രീതി നിൽക്കുന്ന സംഭവം. അവരുടെ രീതി, അവരുടെ ലോയിൽ നിൽക്കണം. പക്ഷെ ടീച്ചർമാരൊക്കെ നമ്മളെ കമ്പനിയാവും, സെറ്റാ. പക്ഷേ എവിടെയോ ഒരു അവരുടെ ലോയിലായിരിക്കണം, അവരുടെ ലോയിലാണ് നമ്മൾ. എനിക്ക് അങ്ങനത്തെ ഒന്നാമത്തെ കാര്യം ഇഷ്ടമില്ല. എനിക്ക് അങ്ങനെ തന്നെ +2 പഠിച്ചപ്പോൾ തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡാണ്. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇഷ്ടമില്ലത്. അത് ഞാൻ പിന്നെ പോകാത്തത്. അപ്പം അങ്ങനെ വന്നതിൻ്റെ ഇടയ്ക്കാണ് ഇതുപോലത്തെ ഒരു കേസ് കൂടെ വന്നത്. അപ്പം പിന്നെ ഒന്നുകൂടെ പിന്നെ അതിൻ്റെ ഒരു ഫിക്സായി, പഠിക്കുന്നില്ലെന്നുള്ള കാര്യം ഓക്കെ ആയി. അപ്പം ഞാൻ എങ്ങനെയായാലും എന്നോട് പറഞ്ഞാൽ നീ എന്തിനും ചെയ്യ് എന്നൊക്കെ പറയുന്നു.
അതിന് ഞാൻ ഇപ്പം ഇങ്ങനെ ഓരോ പരിപാടി മ്യൂസിക്കിൻ്റെയൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുക. എന്നോട് ഓരോ ആൾക്കാർ ഞാൻ ചില ആൾക്കാരോട് പറഞ്ഞു മ്യൂസിക് താല്പര്യമുണ്ട്, മ്യൂസിക് ചെയ്യാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. ചിലർ പറഞ്ഞു മ്യൂസിക് ചെയ്ത് സൈഡായിട്ട് ചെയ്ത് ജോലി സെറ്റാക്കണം, നമ്മൾ മെയിനായിട്ട് ജോലി വേണം, പിന്നെ സൈഡായിട്ട് മ്യൂസിക് ചെയ്താൽ മതി, അല്ലേ നമ്മൾ മ്യൂസിക് പച്ച പിടിച്ചില്ല പണിയാവും എന്നൊക്കെ പറഞ്ഞു. അല്ലേ ശരിയല്ലേ? പച്ച പിടിച്ചില്ലേ പണിയാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനത്തെ മൈൻഡ് അല്ല. മ്യൂസിക് വേറൊന്നുമില്ല, പച്ച പിടിച്ചാലും പിടിച്ചില്ലേലും എന്നേലും പച്ച പിടിക്കും. ഹനുമാൻകായിൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്നാലും പച്ച പിടിക്കുക. നമ്മളിങ്ങനെ മ്യൂസിക്കിൻ്റെ വഴിക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ പച്ച പിടിച്ചിരിക്കും. ഒന്നുമില്ല, സ്പോട്ടിഫൈ ആണെങ്കിലും എന്ന് പറഞ്ഞാൽ 1,00,000 പേരെങ്കിലും കണ്ടിരിക്കും. നമ്മൾ ശ്രമിച്ചിട്ടുണ്ടല്ലോ അതുപോലെ. അല്ലാതെ ഒരു കൈ നോക്കാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ മേ ബി കിട്ടാതെ വരാം, ചിലപ്പോൾ കിട്ടിയെന്ന് വരാം, കഴിവ് പോലെ. പക്ഷേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവന് അവൻ എന്തെങ്കിലും പച്ച പിടിക്കും, മനസ്സിലായോ? ആ ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ ആ ഒരു സാധനം ഞാൻ, മനസ്സിലായോ? അപ്പം ഇതാണ് എൻ്റെ ഐഡിയ കാര്യങ്ങൾ. അപ്പം ഒന്നത്തെ കാര്യം, എനിക്ക് അവിടെയൊക്കെ പോയി പഠിക്കാൻ പറ്റിയിട്ടില്ല മ്യൂസിക്കിൻ്റെ ക്ലാസ്. കാരണം മ്യൂസിക് പ്രൊഡക്ഷനൊക്കെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് അവിടെ എനിക്ക് പോകാൻ പറ്റിയില്ല. അത് ഒരു ഫീസൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫീസൊക്കെ സെറ്റപ്പ് ആക്കാൻ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പം അങ്ങനൊരു സംഭവമുണ്ട്. ഫീസൊക്കെ സെറ്റായിട്ട് ഞാൻ വീട്ടിലും പറഞ്ഞു, ഞാൻ പപ്പയോട് പറഞ്ഞു ഫീസ് പൈസ ഒക്കെ റെഡി ആയിട്ടെന്നൊക്കെ പറഞ്ഞ് ഇത് ഇപ്പോൾ ഇരിക്കുകയാണ്. ഡിസംബർ 7-ാം തീയതി ഏതായാലും ഈ വർഷം കരോളുണ്ടോ എന്ന് അറിയത്തില്ല. കരോളുണ്ടേ ഞാൻ ഒരു ബ്ലോഗ് എടുക്കാം ഗൈസ്, കേട്ടോ? കരോളിൻ്റെ ബ്ലോഗ് എടുക്കാം. കരോളിപ്പോൾ ഈ പ്രാവശ്യം പോകുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അമ്മമാരൊക്കെ പോകുന്നുണ്ടോ? കരോൾ പോകുന്നുണ്ടെങ്കിൽ ഏതായാലും നമ്മളേതായാലും ബ്ലോഗ് എടുക്കും, കേട്ടോ? കരോൾ പോകുന്നുണ്ടെങ്കിൽ സെറ്റപ്പ് ആക്കാം, അപ്പോൾ പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഏതായാലും ഇത് കുറേ നേരം ആയെന്ന് തോന്നുന്നല്ലേ. ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ ഇവിടെ പകുതി ഇവിടെ താഴെ ഒത്തിരി കാണാനുണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ കങ്ങഴ ഇവിടെ കുറേ ഒത്തിരി കാണാനുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ഓരോരോ വീഡിയോസിലായിട്ട് ഇടാം. അപ്പോൾ നിങ്ങളതെല്ലാം കാണുക. ഇടയ്ക്ക് മ്യൂസിക് കൂടെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മ്യൂസിക് സപ്പോർട്ട് ചെയ്യുക, കാണുക, ലൈക്ക് ചെയ്യുക, എൻ്റെ വ്ളോഗും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ സൈനിങ് ഔട്ട് ഗൈസ്. ഓക്കെ, അടുത്ത വീഡിയോയ്ക്ക് കാണാം. സബ്സ്ക്രൈബ് ചെയ്യണേ.